എൻ്റെ പേര് ചെറിയാൻ ജേക്കബ്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക അഭ്യർത്ഥനയുമായിട്ടാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാഗ്രഹം അത് പൂവണിയുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ. എൻ്റെ പിതാവ് രോഗശയ്യയിലായി കിടന്നപ്പോൾ ഞാൻ ചാച്ചന് വേണ്ടിയിട്ട് ഒത്തിരി ബൈബിളുകൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അന്നത് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇത് ചിലപ്പോൾ ഒത്തിരി ആളുകൾക്ക് യൂസ്ഫുൾ ആകുമായിരിക്കാം. പലരുടെയും ഹൃദയങ്ങളെ അത് ടച്ച് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ എനിക്കൊന്നും ഒരു തോന്നലുണ്ടായിരുന്നു, എൻ്റെ ശബ്ദം ശരിയല്ല, ഞാൻ പറയുന്നത് ചിലപ്പോൾ ആളുകൾ പരിഹാസമായിട്ട് എടുക്കുമായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു വലിയ മനുഷ്യനെ കണ്ടെത്തി. ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നു. ബേബി എന്നാണ് പേര്. തലയിൽ ട്യൂമറായി ആശുപത്രി കിടക്കുമ്പോഴും അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങളെ പഠിപ്പിച്ചു. മരണത്തെ നേരിട്ട് ഫേസ് ചെയ്ത് തൻ്റെ സ്വർഗീയ രാജ്യത്തിലേക്ക് പോയ ഈ രണ്ട് വ്യക്തികൾ എൻ്റെ ജീവിതത്തെ വളരെ വ്യത്യാസപ്പെടുത്തി. അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഹെവൻലി വോയിസ് എന്ന ഈ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഫോർ പീപ്പിൾ who wanted to get some comfort. Whatever they wanted to get, they will get it from there. അപ്പം ഹെവൻലി വോയിസിലെ ആദ്യത്തെ സംരംഭം എന്ന നിലയിൽ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ വിശുദ്ധ വേദപുസ്തകം അത് ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് അത് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഈ സംരംഭത്തിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഞാൻ ഏകദേശം 700ഓളം ചാപ്റ്ററുകൾ ഞാൻ വായിച്ച് റെക്കോർഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം എന്നോട് സംസാരിച്ചത്, ഈ ശബ്ദം നിൻ്റെ തന്നെ മാത്രമായാൽ പോരാ, ലോകത്തിലുള്ള ദൈവത്തിൻ്റെ എല്ലാ ജനത്തിൻ്റെയും ശബ്ദം ദൈവത്തിന് കേൾക്കണം. അപ്പോൾ ഞാൻ ഈ സംരംഭം നിങ്ങൾക്കെല്ലാമായിട്ട് തുറന്നു തരികയാണ്. നിങ്ങളെല്ലാം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു ദൈവിക ശബ്ദം ലോകത്തിന് നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ വായിച്ചാൽ ശരിയാകത്തില്ല, എൻ്റെ ശബ്ദം ശരിയല്ല, എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്, എനിക്ക് സമയമില്ല, വളരെ കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾക്കൊരു സമയമുണ്ടോ? ദൈവം ഈ ലോകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഈ കുറച്ച് സമയം, ഈ ശബ്ദം നിന്ന് പോകുന്നതിന് മുമ്പ് ഈ ശബ്ദം നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ശബ്ദം കൊണ്ട് ആരുടെയെങ്കിലും ഹൃദയങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമ്മൾ വേദനപ്പെടുത്തി കാണും, നമ്മളെ പലർ വേദനപ്പെടുത്തി കാണും. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്ത് നിങ്ങൾക്ക് ആരെയും മാറ്റാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളിത് വായിക്കുമ്പോൾ ചിലപ്പോൾ മേ ബി യു ആർ ഗോയിങ് ടു റീഡ് ഫോർ യുവർ ഡാഡ്. അപ്പച്ചന് വേണ്ടിയിട്ടായിരിക്കും വായിക്കുന്നത്. സംടൈം യു വാണ്ടഡ് ടു റീഡ് ഇറ്റ് ഫോർ യുവർ മോം, സംടൈം ഫോർ യുവർ ഗ്രാൻഡ് മാ, സംടൈം ഫോർ യുവർ ലിറ്റിൽ വൺ, സംടൈം ഫോർ യുവർ വൈഫ്, your husband, your brother, your sister who is in the sick bed, who is in suffering. You are going to do it for so many people, and your voice will make a big difference in their life, and the voice is so powerful. അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് സന്നദ്ധമാകുമെങ്കിൽ ഞങ്ങൾക്കതിനുള്ളൊരു ഒരുക്കമുണ്ട്. നിങ്ങളുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുക എന്നുള്ളതല്ല, ലോകത്തിന് കേൾപ്പിച്ച് നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റണം. അപ്പോൾ ഈ മലയാളം ബൈബിൾ നിങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾക്ക് ഒന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏതൊക്കെയാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്ത് തീർക്കേണ്ട ഭാഗങ്ങൾ നിങ്ങളെ അറിയിക്കാൻ പറ്റും. 2, നിങ്ങളത് വായിക്കുമ്പോൾ എൻ്റെ അഭ്യർത്ഥന, യു ഡെഡിക്കേറ്റ് ഇറ്റ് ഫോർ സമ്മൺ, ആൻഡ് ദെൻ വെൻ യു റീഡ് ഇറ്റ് യു ആർ റീഡിങ് ഫോർ ദാറ്റ് പേഴ്സൺ. ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വായിക്കുന്നത്.
അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിന് വേണ്ടിയിട്ടാണ്, അല്ല ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വായിക്കുന്നത്. അപ്പം നിങ്ങൾ വായിക്കുന്നത് അവർക്കത് ഇമ്പാക്റ്റ് ആകും, അതവിടെ ഫലപ്രദമാകും. അത് വിത്ത് വിതയ്ക്കുക തന്നെയല്ല, അത് കൊയ്യാനും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ ഈ വലിയ വാക്കുകൾക്ക് വലിയ വിലയുണ്ടെന്നും ദൈവം നൽകിയ ശബ്ദം നമുക്കെല്ലാവർക്കും ഒന്ന് തന്നെയാണെന്നുമുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ബൈബിൾ വായിക്കുന്നത് തന്നെയല്ല, ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കത് ഫലവത്തായിട്ട് വരും. ഈ എളിയ സംരംഭത്തിൽ ഹെവൻലി വോയിസ് എന്ന് പറയുന്ന ഈ കൊച്ചു കുടുംബത്തോട് കൂടെ നിന്ന് സഹകരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ഉപദേശങ്ങളും തന്ന് എന്നെ ഇതിൽ ഗൈഡ് ചെയ്ത എൻ്റെ എല്ലാ ഗുരുനാഥന്മാരോടും, പ്രത്യേകിച്ച് എൻ്റെ ലാൻഡ്മാർക്ക് എഡ്യൂക്കേഷനിലെ എൻ്റെ പ്രിയപ്പെട്ട കോച്ചിനോടും, മിസ്റ്റർ കോശി ഫിലിപ്പ്, മിസ് ബാർബറ, ഇവരോടൊക്കെ നമ്മളുടെ പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് എൻ്റെ ഫാമിലി എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുകയും ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ അവരെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. നിങ്ങൾ ചെയ്യാവുന്ന സഹായം ഇതിൽ കൂടി ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ലോകത്തിന് ദൈവത്തിൻ്റെ ശബ്ദം അത് എവിടെയായിരുന്നാലും അത് കേൾക്കാനായിട്ട് നമുക്ക് പറ്റണം. വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ അത് കേൾക്കാനായിട്ട് നമുക്ക് ഇടയാക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.